ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡബിൾ ടോപ്പിൻ്റെ ഒരു ഫോർമേഷനിലാണ് ട്രേഡ് എടുത്ത ഉടനെ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഏതായാലും നമുക്ക് നമ്മളുടെ എൻട്രിയും എക്സിറ്റും ടാർഗറ്റും ഒന്ന് പ്ലാൻ ചെയ്യാനല്ല, ഓൾറെഡി പ്ലാൻഡ് ആണ്. സാധാരണ നമ്മൾ വയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും ഒരു ടാർഗറ്റും തന്നെയാണ് വയ്ക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ഇട്ടിരുന്നു. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ലാപ്പ് പാസ്വേഡ് ലോക്കായിപ്പോയി. അപ്പോൾ അതൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആപ്പിൾ മാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആപ്പിൾ ഐ ഡി ഞാൻ മറന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാനത് റിക്കവർ ചെയ്ത് എടുത്തുണ്ട്. എനിവേയ്സ്, നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് വളരെ ക്ലോസ് ആയിട്ടാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. പ്രീമിയം വൈസ് അബി ബി പിക്ചർ ബാക്കി ബായ് 370 കണ്ട. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് വളരെ ക്ലോസ് ആയിട്ട് എത്തി മാർക്കറ്റ്. പക്ഷേ പ്രീമിയം വൈസ് ഇനിയും കുറച്ചും കൂടെ ഫൈൻ. സ്പോട്ട് വൈസിൽ ആക്ച്വലി വേണമെങ്കിൽ ഇവിടുന്ന് മാനുവലി ഇറങ്ങാം, ഇല്ലെങ്കിൽ നമ്മളുടെ പ്രീമിയം വൈസ് നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. റൈറ്റ്, അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ഫോം ആയതിനു ശേഷം ഞാൻ ഈ ട്രേഡ് ലാസ്റ്റ് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ട്രേഡിൽ എടുക്കാനുള്ള റീസൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു പാറ്റേൺ ഫോം ആയതിനു ശേഷം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ഡബിൾ ടോപ്പ് ഫോം ആയതിനു ശേഷമാണ് ഞാൻ മാർക്കറ്റിൽ എൻട്രി എടുത്തത്. പക്ഷേ എൻട്രി എടുത്തപ്പോൾ തന്നെ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. പക്ഷേ പ്രീമിയം വൈസ് സ്റ്റിൽ സ്പോട്ട് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തായിട്ടാണ് കാണുന്നത്. പക്ഷേ പ്രീമിയം വൈസ് സ്റ്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇനിയും പെൻഡിങ് ആണ്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ട്രേഡേഴ്സ്, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒരു കാര്യം ചെയ്യാം, റാൻഡംലി ഇവിടെ ഇറങ്ങണ്ട, നമ്മളുടെ പ്രോപ്പർലി നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഇറങ്ങാം. വേണമെങ്കിൽ സ്പോട്ട് വൈസ് ഹിറ്റ് ചെയ്ത് കൊണ്ട് കണ്ട ഇനിയും ഓക്കെ. എനിവൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്കൊന്ന് കൊടുത്തിട്ടേക്കാം. നമുക്ക് 953.48 നമ്മളുടെ എൻട്രി കിട്ടിയിരിക്കുന്നത്. ഒരു ആവറേജ് ബൈങ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 928. ഓക്കെ, വെരി ക്ലോസ് ടു അവർ സ്റ്റോപ്പ് ലോസ് ആണ്. 929 ട്രിഗർ വന്നിട്ട് ₹1 കൂട്ടിയിട്ട് 929 കൊടുത്തിരിക്കുന്നത്. ഫൈൻ, റൈറ്റ് ടു ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, എന്തായിരിക്കും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് എന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ വലിയ ലോങ് വീഡിയോ ആയിപ്പോവും. ട്രേഡേഴ്സ്, ആദ്യത്തെ ഒരു ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ നല്ലൊരു പാറ്റേണിൻ്റെ ഫോർമേഷൻ ആയിരുന്നു നമ്മളുടെ ട്രേഡിലെടുത്ത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കാണ്. ഇവിടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഡബിൾ ടോപ്പ് ഫോമായിട്ട് റീടെസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ താഴത്തേക്കുള്ളൊരു എൻട്രി പ്ലാൻ ചെയ്ത് ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിരുന്നത്. പക്ഷേ പ്രീമിയം വൈസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്. ഒരു 11:10 റേഞ്ചിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്. ഈ ഒരു ഏരിയ എത്തിയപ്പോഴാണ് പ്രീമിയം വൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്. നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസും തന്നെയായിരുന്നു വെച്ചത്. സോ ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ. ട്രേഡേഴ്സ്, അടുത്തൊരു ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. 55,700 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത്. ഒരു ആവറേജ് ബൈങ് പ്രൈസായിട്ട് 1145 നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത്. ഇപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം ചെറിയൊരു ലോസ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇന്ന് ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും എനിക്ക് ഈ ആഴ്ച ഫുള്ളി കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വലിയൊരു 40,000 അടുപ്പിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് കണ്ടതെന്ന് വിചാരിക്കുന്നു. ഒരു 40,000 അടുപ്പിച്ച് നമ്മൾ പ്രോഫിറ്റ് കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്തായിരുന്നു ഒരു സിംഗിൾ ട്രേഡിൽ. സോ ഈ ആഴ്ച ഒരു മിക്സ്ഡ് ടൈപ്പ് ഓഫ് ട്രേഡ് ആയിരുന്നു. 2 ദിവസം കോസ്റ്റിൽ തന്നെ ഇറങ്ങേണ്ടി വന്നു. ഒരു ജസ്റ്റ് എടുത്ത എല്ലാ ട്രേഡും ഒരു കോസ്റ്റിൽ തന്നെ, ഞാൻ സാധാരണ ഒരു 2 ട്രേഡാണ് എടുക്കാതെ ഒരു കോസ്റ്റിൽ തന്നെ ഇറങ്ങേണ്ടി വന്നു. അപ്പം ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഇപ്പം നെക്സ്റ്റ് വീക്ക് തൊട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. സോ ഇപ്പോൾ കുറച്ച് ഈ വിഷുവിൻ്റെ ആയതുകൊണ്ട് എൻ്റെ ബിസിനസ്സായ അങ്ങനെയും കുറച്ച് തിരക്കുകൾ ആ ഒരു രീതിക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നോക്കാം, നെക്സ്റ്റ് വീക്ക് തൊട്ട് എല്ലാ ദിവസവും വിചാരിക്കും കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ട് പോകണമെന്ന്. പക്ഷേ ഒന്ന് സെറ്റ് ആവാത്തതുകൊണ്ടാണുള്ളൊരു പ്രശ്നം. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന ട്രേഡ് എടുക്കുന്നത്. സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലുള്ള ദിവസം ഞാൻ ട്രേഡ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ട്രേഡ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കമ്മ്യൂണിറ്റി
കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ എന്തെങ്കിലും നമുക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഫ്രീ ടു മെസ്സേജ് ഇൻ ഇൻസ്റ്റ. എൻ്റെ ഇൻസ്റ്റ ID നിങ്ങൾ ആ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ എൻ്റെ സ്കാനർ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്കാൻ ചെയ്ത് ഇൻസ്റ്റയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിൻ്റെ അകത്ത് കൂടെ സംസാരിക്കാവുന്നതാണ്. സോ ഇനി അതല്ല എങ്കിൽ മെയിൽ ID അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. എനിവേസ്, ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് അത് ചെറിയൊരു ഗ്രീനിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഒരു 60 ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തത്. ഇപ്പോൾ ഇതിലൊരു ഓവറോൾ ഒരു 3000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. സാധാ ഒരു ബുക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ടാർഗറ്റും ഒരു സാധാ ഒരു സ്റ്റോപ്പ് ലോസും തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ. ട്രേഡേഴ്സ്, നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമുക്കൊന്ന് ടാർഗറ്റിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഇപ്പോൾ ഒരു 1183 ആയിട്ടുണ്ട്. നമ്മളൊരു 1195 ആണ് നമ്മളുടെ ടാർഗറ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരുപാട് സമയം എടുത്ത് ഇപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ ചാർട്ട് എടുത്തിട്ട് ലാസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രേഡ് എടുക്കാനുള്ള വളരെ സിമ്പിൾ റീസണിലാണ് ട്രേഡ് എടുത്തത്. പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒരു സൈഡ് വൈസ് ആയിപ്പോയി. സോ അതുകൊണ്ട് ഒരുപാട് സമയം എടുത്ത് നമ്മളിപ്പോൾ ഈ ഒരു ട്രേഡിൽ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ചെറിയൊരു 1177 ഒരു 95 നമ്മളുടെ ട്രേഡിൽ ടാർഗറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ്, മാർക്കറ്റിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാനുള്ള റീസൺ ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം ചെയ്ത് ചെറിയൊരു ഡിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴായിരുന്നു നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് ജസ്റ്റ് സാധാരണ നമ്മൾ വയ്ക്കുന്ന പോലത്തെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഈ ക്യാൻഡിലിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ആയിരുന്നു വെച്ചിരുന്നത്. പ്രീമിയം നിങ്ങൾ സ്പോട്ടിൽ നോക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത പോലെ നോക്കും. പക്ഷേ പ്രീമിയം വൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇത്രയും ക്യാൻഡിലിൻ്റെ ഫോർമേഷന് ശേഷം ഇത്രയും സൈഡ് വൈസ് ആയതിനു ശേഷമാണ് പോയി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഓവറോൾ ട്രേഡിൽ നമ്മളൊരു 1500 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു.